ഹലോ, ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനിത് എവിടെ തുള്ളിച്ചാടി പോവുകയാണെന്നല്ലേ ആലോചിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഒരു ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അതെ, നമ്മുടെ കെനിങ്സ്റ്റണിലുള്ള ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. കെനിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 5 മിനിറ്റ് നടന്നാൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തും. 1981 സർ ഹാൻസ്ലോണെയാണ് ഇത് ഓപ്പൺ ചെയ്തത്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിരുന്നു കേട്ടോ. 1753 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 71,000 ഐറ്റംസ് വെറും 20,000 പൗണ്ടിനാണ് അന്ന് ബ്രിട്ടീഷ് മ്യൂസിയം ഏറ്റെടുത്തത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു വരി, ഒരു ബിവറേജിനുള്ള ക്യൂ ഉണ്ട്. എന്തായാലും ഇത്ര നേരം വന്നതല്ലേ, ഞാനത് കണ്ടിട്ടേ പോകുന്നുള്ളെന്ന് തീരുമാനിച്ചു. ഞാനും കയറി നിന്നു ക്യൂവിൽ. പക്ഷേ വിചാരിച്ച പോലെയല്ല, ക്യൂ വേഗം മുന്നോട്ട് പോയി. ഭൂമിയുടെ ഉത്ഭവം തൊട്ട് ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് പോലും അവിടെ ഉണ്ട്. മൺമറിഞ്ഞ രാജാക്കന്മാരെ പോലും നമുക്കവിടെ കാണാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാത്തു നിൽക്കുന്നത് സോഫിയാണ് കേട്ടോ. ഇതാണ് സോഫി, സ്റ്റെഗോസോറസ് സ്റ്റെനോപ്പസ്, ദ ഡംബസ്റ്റ് ഡൈനോസർ ഇൻ ദ വേൾഡ്. ഇതിൻ്റെ സ്മോളസ്റ്റ് ബ്രെയിൻ കാരനാണ് അതിന് അങ്ങനെ ഒരു പേര് വീണത്. അങ്ങനെ താഴെ കറങ്ങി കളിച്ച് നടന്നപ്പോഴാണ് കുറേ മിനറൽ സ്റ്റോണും ഫോസിലുകളും ഒക്കെ ഞാൻ കണ്ടത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ വെറും ഇൻട്രോ ആണെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായില്ല. 4 മണിക്കൂർ എങ്ങനെയാണ് പോയതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാനിപ്പോൾ ഈ കയറി പോകുന്നത് ഭൂമിയുടെ ഉള്ളിലേക്കാണ്. അങ്ങനെ കയറി പോകുമ്പോൾ 2 സൈഡിലായിട്ട് നമ്മുടെ കോൺസ്റ്റലേഷൻസും അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പ്ലാനറ്റ്സിൻ്റെ പേരും അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭൂമിക്കുള്ളിലൂടെ കടന്ന് ഞാൻ ചെന്നെത്തിപ്പെട്ടത് വോൾക്കാനോസ് ആൻഡ് എർത്ത് എന്ന് പറഞ്ഞ ഈ സെക്ഷനിലാണ്. ഈ കാണുന്നതാണ് ഹീറ്റ് സ്യൂട്ട്. ഓവർ 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ ശേഷിയുള്ള മുതലാണിത്. അങ്ങനെ ഓരോ സാധനങ്ങളും കണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ നല്ല പരിചയമുള്ള ഒരാൾ. ആരാന്നല്ലേ? കാറ്റ് ഫിഷ്. അതെ, നമ്മുടെ മൊഴി. നാട്ടിൽ പാടത്തും ഉള്ള കുളത്തിലും ഒക്കെ കൊണ്ടുപോയിട്ട് വളർത്തി വലുതാക്കിയ ഇവൻ ഇവിടെ വന്ന് വലിയ ആളായത് ഞാൻ അറിഞ്ഞില്ല. അപ്പം നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ 5 എലമെൻറ്റ്സ്, ഐസ്, വിൻഡ്, ലൈഫ്, വാട്ടർ, ഇതെല്ലാം കണ്ട് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനതൊക്കെ ഒന്ന് തൊട്ട് നോക്കി. ഐസിൽ തൊട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. കണ്ണാടി തൊട്ട പോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ദേ ഇരിക്കുന്നു വേറൊരാൾ. അത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ചെങ്കല്ല്. അവനും ഇവിടെ എത്തിയിട്ടുണ്ട്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേരെ, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേരെ. അപ്പം ശരി ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.